ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. പേരെന്താണ്? ലീന കൃഷ്ണൻ. ഓക്കെ ചേച്ചി, എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാലേ വേറെ ഒന്നുമല്ല. ഇപ്പം KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര അനുവദിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പം ജൂൺ 15 മുതൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഫ്രീ ആയിരിക്കും ജൂൺ 15 മുതൽ. അപ്പം അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? പിന്നെ തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് സ്ത്രീകൾ. ഇങ്ങനെ ഒരു അഭിപ്രായം, ഇങ്ങനെ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനും ബസ്സിൽ വരുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു മറുവശം എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹം സ്റ്റോപ്പ് ചെയ്തില്ല. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ KSRTC ഭയങ്കര നഷ്ടത്തിലായിരുന്നല്ലോ ഇടയ്ക്കല്ല. അപ്പം അതിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർക്ക് ശമ്പളം ഇടയ്ക്ക് കിട്ടുന്നില്ലായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ അതിൽ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മരണപ്പെട്ടവരുണ്ട് ഇങ്ങനെ ശമ്പളം കിട്ടാതെ, ഈ പറയുന്ന പോലെ കാശൊന്നും ഇല്ലാതെ. അങ്ങനെ അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സ്ത്രീകളാണ് ഒരു 60% യാത്ര ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ അവരെങ്ങനെ ഫണ്ട് അവരുണ്ടാക്കും? അപ്പൊ ഈ സ്ത്രീകൾ നല്ലൊരു വരുമാന റവന്യൂ നഷ്ടപ്പെടുമ്പോൾ അവരെങ്ങനെ KSRTC ഇതിനു വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫുകൾക്കും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒക്കെ അവരെങ്ങനെയായിരിക്കും ഫണ്ട് കണ്ടെത്തുന്നത്? ചേച്ചിയുടെ ഒരു നിഗമനം എന്തായിരിക്കും? അതാണ് ഇപ്പം നമുക്ക് ചിന്തിക്കാന്നുള്ള കാര്യമാണ്. കടത്തിൽ കിടക്കുമ്പോ ഇവര് ഇത് ഒരു വാഗ്ദാനം കൊടുത്തിട്ട് അത് കൊടുക്കാതിരുന്നാൽ അത് വീണ്ടും ആ പിന്നെ പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. 90 കോടിക്ക് മേളിലെങ്കിലും ശമ്പളം കൊടുക്കാൻ കാശ് വേണ്ടി വരും. അപ്പം അങ്ങനെ ഇരിക്കവേ ഇപ്പൊ ഇതും കൂടെ ഒരു ഫ്രീ കൊടുക്കുമ്പോഴത്തേക്ക് അത് കണ്ടിന്യൂ കൊടുക്കും. അവര് വാക്ക് പറഞ്ഞാൽ അത് ചെയ്യണം. പക്ഷെ അത് നേരത്തെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അത് ഇല്ലാണ്ടാക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. അതായത് ഇപ്പം BPL ആയിട്ടുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ യാത്ര ഇത്ര കിലോമീറ്ററിനുള്ളിലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് പിങ്ക് KSRTC പോലെ അങ്ങനെ സ്ത്രീ എന്നുള്ള നിലയിൽ അതെനിക്ക് ചെറിയ ഒരു വിഷമമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 1000 റുപ്പീസ് തന്നെ സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് 35 മുതൽ 60 വയസ്സിനകമുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുമെന്നുള്ള ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാർഡിന്റെ വിഭജനത്തിലാണ് അതെല്ലാവർക്കും, എല്ലാ സ്ത്രീകളും ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുത്ത് ഒരു വീട് വെച്ച് അവർ നല്ല രീതിയിൽ കിടക്കുന്നവരായിരിക്കാം. പക്ഷെ അവർക്ക് വേറൊരു വരുമാനം ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോൺ അടക്കി എത്രയെങ്കിലും കഷ്ടപ്പെട്ട് ലോൺ അടയ്ക്കുന്നവരുണ്ട്, അത് പുറത്ത് പറയാത്തവരുമുണ്ട്. അങ്ങനെയുള്ള വീട്ടുകളിലെ സ്ത്രീകൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഈ കാർഡ് വെച്ചിട്ടുള്ള കൊടുക്കൽ അതില്ലാണ്ടാക്കിയിട്ട് എല്ലാ സ്ത്രീകൾക്കും അത് 1000 റുപ്പീസ് വെച്ച് മാസ വരുമാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമാണ്.